നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനഘയ്ക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സന്ദീപിന്റെ തലയിൽ നിന്ന് ആ ശാപം ഒരിക്കലും വിട്ടുമാറുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര വേഗം ഇത് നടത്തണം. അതെ അച്ഛാ. അച്ഛാ, അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മോളെ, നീ ജോത്സ്യരെ കാണണം. എന്നിട്ട് ഇവിടെ വരെ വരാൻ പറയണം. നമുക്ക് തീയതി ഇവിടെ വെച്ച് തന്നെ കുറിപ്പിച്ച് വാങ്ങിക്കാം. സച്ചിയോട് പറഞ്ഞിരുന്നാ ഇവിടെ സമയം കിട്ടിയില്ലെന്ന്. അതിനെന്താ, ഞാൻ ജോത്സ്യനോട് വരാൻ പറയാം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ, പറയേ. സത്യം പറഞ്ഞാ പറയേണ്ടത് എനിക്കല്ല, സന്ദീപിനാ. അതെന്താ അവൻ പറയാനുള്ള കാര്യം അർച്ചന വന്ന് പറയുന്നത്? ഇതിനു മുൻപും പല പ്രാവശ്യം നീയും സന്ദീപും വന്ന് ഇതുപോലെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ അത് എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അതെന്താ, അത്രയും രഹസ്യമായ കാര്യമാണോ? എന്നോടൊരു കാര്യം പറയാൻ നിങ്ങളെല്ലാവരും ഇത്രയും ടെൻഷനാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയാതെ മുഖഭാവം കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. എന്തിനാ മറ്റുള്ളവരെ കൂടി ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്? എന്നോട് എന്തോ ധരിപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്. അതൊട്ട് ആരും പറയുന്നുമില്ല. ഞാൻ പറയാച്ചാ, സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം വേണ്ട. എന്നോട് സംസാരിക്കാനുള്ളത് സന്ദീപനല്ലേ? അവനോട് വരാൻ പറയും. അവൻ എന്താ എന്നോട് സംസാരിച്ചാൽ? സച്ചി, ചെന്ന് സന്ദീപിനോട് വരാൻ പറയും. ശരി അച്ഛാ. നിന്നെ അച്ഛൻ വിളിക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നീ അതെന്തിനാ അർച്ചനെ ഏൽപ്പിക്കുന്നത്? നിനക്ക് എന്താ ഇത്ര പ്രശ്നം? വല്ലതും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ. സന്ദീപേ, നിനക്ക് പറയാനുള്ള കാര്യം നീ അച്ഛനോട് പറയേ. ഇനിയും വെച്ച് താമസിപ്പിച്ച ശരിയാവില്ല. അതച്ഛാ, വേറൊന്നുമല്ല. എന്റെ അനക്കയുടെ വിവാഹം വേഗം നടത്തി തരണം. അതാ ഏട്ടത്തെയും പറയാൻ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.